സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സിനിമയിലും ഒരുപോലെ ചർച്ചാ വിഷയമാകുന്ന വ്യക്തിത്വങ്ങളാണ് കങ്കണ റാവത്തും ചിരാഗ് പാസ്വാനും. ഒരു കാലത്ത് സിനിമാ വെള്ളിത്തിരയിൽ നായികാനായകന്മാരായി എത്തിയ ഇവർ ഇന്ന് പാർലമെന്റിലെ സഹപ്രവർത്തകരാണ്. ഇരുവരും പൊതുവേദികളിൽ ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പ്രണയ ഗോസിപ്പുകൾ ഉയരാറുണ്ട്. വർഷങ്ങളായി തുടരുന്ന ഈ അഭ്യൂഹങ്ങൾക്ക് തീർത്തും അപ്രതീക്ഷിതവും എന്നാൽ അങ്ങേയറ്റം വ്യക്തവുമായ മറുപടി നൽകിയിരിക്കുകയാണ് കങ്കണ ഇപ്പോൾ. പ്രണയ വാർത്തകളെ വെറും തമാശയായി കാണാതെ അതിൻ്റെ വസ്തുതയെ തുറന്നു കാട്ടുന്ന കങ്കണയുടെ ശൈലി ഒരിക്കൽ കൂടി വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. ചിരാഗ് പാസ്വാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കങ്കണ മനസ്സ് തുറക്കുന്നത്. ചിരാഗ് വെറുമൊരു സുഹൃത്ത് മാത്രമാണെന്നും തങ്ങൾക്കിടയിൽ യാതൊരുവിധ പ്രണയബന്ധവുമില്ലെന്നും കങ്കണ തറപ്പിച്ചു പറഞ്ഞു. 10 വർഷങ്ങൾക്ക് മുൻപ് സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ച കാലം മുതൽക്കേ തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് അവർ ഓർമ്മിപ്പിച്ചു. പ്രണയമുണ്ടായിരുന്നുവെങ്കിൽ അത് അന്നേ സംഭവിക്കുമായിരുന്നുവെന്നും അങ്ങനെയായിരുന്നുവെങ്കിൽ തങ്ങൾക്ക് ഇന്ന് മക്കൾ ഉണ്ടാകുമായിരുന്നുവെന്നുമുള്ള കങ്കണയുടെ പരാമർശം ഗോസിപ്പുകൾക്ക് അന്ത്യം കുറിക്കുന്നതായിരുന്നു. വളച്ചൊടിക്കലുകൾക്ക് ഇടമില്ലാത്ത വിധം തന്റെ നിലപാട് വ്യക്തമാക്കുക എന്നതായിരുന്നു കങ്കണ ഈ പ്രസ്താവനയിലൂടെ ലക്ഷ്യമിട്ടത്. ചിരാഗുമായി തനിക്കുള്ളത് തികച്ചും സൗഹൃദപരമായ ഒരു ബന്ധമാണ് എന്നും അദ്ദേഹം തൻ്റെ ടൈപ്പല്ലെന്നും കങ്കണ കൂട്ടിച്ചേർത്തു. ചിരാഗും സിനിമാ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊപ്പം സമയം ചിലവഴിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണെന്നും അവർ പറഞ്ഞു. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ തനിക്ക് അത്തരമൊരു പശ്ചാത്തലമുള്ള ഒരാളെ പാർലമെന്റിൽ കാണുന്നത് ഒരു ആശ്വാസമാണ്. എന്നാൽ അതിനെ പ്രണയമായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നും കങ്കണ വ്യക്തമാക്കി. സിനിമയെയും രാഷ്ട്രീയത്തെയും 2 വ്യത്യസ്ത മേഖലകളായി കാണുന്ന താൻ സൗഹൃദത്തിന് നൽകുന്ന പ്രാധാന്യം വലുതാണെന്നും അവർ പറഞ്ഞു. 2011 പുറത്തിറങ്ങിയ മിലേന മിലേഹം എന്ന ചിത്രത്തിലൂടെയാണ് ചിരാഗ് പാസ്വാൻ അഭിനയ രംഗത്ത് എത്തുന്നത്. ഈ ചിത്രത്തിൽ ചിരാഗിൻ്റെ നായികയായിട്ടാണ് കങ്കണ അഭിനയിച്ചത്. ചിരാഗിൻ്റെ ഏക സിനിമയായിരുന്നത്. അതിനുശേഷം അദ്ദേഹം സിനിമ ഉപേക്ഷിക്കുകയും പിതാവായ രാംവിലാസ് പാസ്വാന്റെ പാത പിന്തുടർന്ന് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. കങ്കണയാകട്ടെ സിനിമയിൽ മുൻനിര നായികയായി വളരുകയും പിന്നീട് BJP ടിക്കറ്റിൽ മണ്ഡിയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം പഴയ നായികാനായകന്മാർ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോഴാണ് പഴയ സിനിമാ ബന്ധം വീണ്ടും മാധ്യമങ്ങൾ ചർച്ചയാക്കിയത്. കങ്കണയുടെ ഏറ്റവും പുതിയ ചിത്രമായ എമർജൻസിയുടെ റിലീസുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു താരം കഴിഞ്ഞ കുറച്ചു കാലമായി. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിട്ടാണ് കങ്കണ ഈ ചിത്രത്തിൽ വേഷമിടുന്നത്. അഭിനയത്തിനൊപ്പം സംവിധാനവും നിർമ്മാണവും കങ്കണ തന്നെയാണ് നിർവഹിച്ചത്. സിനിമയിലെ തിരക്കുകൾക്കിടയിലും രാഷ്ട്രീയത്തിലെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുമെന്നും അനാവശ്യമായ ഗോസിപ്പുകൾക്ക് തൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ലെന്നും കങ്കണയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. രാഷ്ട്രീയമായ ചർച്ചകൾക്ക് പകരം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മാധ്യമങ്ങൾ പ്രാധാന്യം നൽകുന്നതിലെ അതൃപ്തിയും കങ്കണയുടെ മറുപടിയിൽ നിഴലിക്കുന്നുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ചിരാഗ് പാസ്വാനുമായുള്ള സൗഹൃദത്തെ രാഷ്ട്രീയത്തിലെ നല്ലൊരു സഹപ്രവർത്തക ബന്ധമായി മാത്രം കാണണമെന്ന സന്ദേശമാണ് കങ്കണ നൽകുന്നത്. എങ്കിലും കങ്കണയും ചിരാഗ് പാസ്വാനും തമ്മിലുള്ള വിവാഹം യഥാർത്ഥത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് കേവലം ഒരു വ്യക്തിപരമായ ചടങ്ങ് എന്നതിലുപരി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒന്നായി മാറുമെന്നതിൽ സംശയമില്ല. ജാതി, പ്രാദേശികവാദം, യുവജന സ്വാധീനം എന്നീ ഘടകങ്ങളെ ഈ ബന്ധം എങ്ങനെ മാറ്റിമറിക്കുമെന്നത് ഗൗരവകരമായ നിരീക്ഷണങ്ങൾ അർഹിക്കുന്ന ഒരു വിഷയമാണ്. ഇത്തരമൊരു വിവാഹം നടക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന ഏറ്റവും വലിയ മാറ്റം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലെ 2 പ്രധാന ശക്തി കേന്ദ്രങ്ങളുടെ ലയനമായിരിക്കും. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള രജപുത്ര പശ്ചാത്തലമുള്ള കങ്കണയും ബീഹാറിലെ ദളിത് രാഷ്ട്രീയത്തിൻ്റെ മുഖമായ ചിരാഗ് പാസ്വാനും ഒന്നിക്കുന്നത് ജാതി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. ബീഹാർ രാഷ്ട്രീയത്തിൽ ചിരാഗ് പാസ്വാൻ തൻ്റെ പിതാവ് രാംവിലാസ് പാസ്വാന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കുമ്പോൾ കങ്കണ തീവ്ര ദേശീയതാ നിലപാടുകളുടെ വക്താവായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവരുടെ വിവാഹം BJPയും LJPയും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുകയും ഉത്തരേന്ത്യയിൽ ഒരു പുതിയ വോട്ട് ബാങ്ക് ഏകീകരണത്തിന് വഴിതെളിക്കുകയും ചെയ്യും. സവർണ ദളിത് വോട്ടുകൾ ഒന്നിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പവർ കപ്പിളായി മാറാൻ ഇവർക്ക് സാധിക്കും. യുവതലമുറയെ ആകർഷിക്കാനുള്ള ഇവരുടെ ശേഷിയാണ് മറ്റൊരു പ്രധാന ഘടകം. ചിരാഗ് പാസ്വാൻ ഇന്ന് യുവാക്കൾക്കിടയിൽ വലിയ തരംഗമുണ്ടാക്കുന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും സംസാര രീതിയും ബീഹാറിന് പുറത്തും അദ്ദേഹത്തിന് ആരാധകരെ നേടിക്കൊടുത്തു. കങ്കണയാകട്ടെ സധൈര്യം നിലപാടുകൾ പറയുന്ന സ്ത്രീ എന്ന നിലയിൽ വലിയൊരു വിഭാഗം യുവതികളുടെ പിന്തുണ അവകാശപ്പെടുന്നു. ഇവർ ഒന്നിക്കുന്നത് ദേശീയ തലത്തിൽ യുവാക്കൾക്കിടയിൽ NDA സഖ്യത്തിന് വലിയ സ്വീകാര്യത നൽകും. സിനിമയും രാഷ്ട്രീയവും സമന്വയിക്കുന്ന ഇവരുടെ പ്രതിച്ഛായ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഇവർക്ക് വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയും. എങ്കിലും ഇത്തരമൊരു ബന്ധം രാഷ്ട്രീയമായ ചില വെല്ലുവിളികളും ഉയർത്താറുണ്ട്. കങ്കണ റാവത്തിൻ്റെ തീവ്രമായ പ്രസ്താവനകളും നിലപാടുകളും പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇത് മിതവാദികളായ വോട്ടർമാരെ അകറ്റാൻ കാരണമായേക്കാം. മറുവശത്ത് ചിരാഗ് പാസ്വാൻ തൻ്റെ രാഷ്ട്രീയ കരുനീക്കങ്ങളിൽ വളരെ കരുതലോടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്.
കങ്കണയുടെ വിവാദങ്ങൾ ചിരാഗിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമോ എന്ന ആശങ്ക അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ ബന്ധത്തെ ഒരു കുടുംബ രാഷ്ട്രീയത്തിൻ്റെ പുതിയ രൂപമായി ചിത്രീകരിക്കാനും അവസരം ലഭിക്കും. സിനിമയിൽ നിന്നുള്ളവർ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും ജനപിന്തുണയുടെ കാര്യത്തിൽ ഇവർക്ക് വലിയ മേൽക്കൈ ഉണ്ടായിരിക്കും. ചുരുക്കത്തിൽ കങ്കണ റാവത്തും ചിരാഗ് പാസ്വാനും വിവാഹിതരായാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ദമ്പതികളുടെ ഉദയമായിരിക്കും. പ്രാദേശിക രാഷ്ട്രീയത്തിനുമപ്പുറം ദേശീയ തലത്തിൽ BJPക്കും NDAയ്ക്കും കരുത്തു പകരുവാൻ ഈ ബന്ധത്തിന് സാധിക്കും. സാംസ്കാരികവും രാഷ്ട്രീയവുമായ വിനിമയങ്ങൾ ഈ വിവാഹത്തിലൂടെ നടക്കുമ്പോൾ അത് കേവലം ഒരു വാർത്താ ചിത്രം എന്നതിലുപരി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ സമവാക്യങ്ങൾ രചിക്കും. രണ്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത പശ്ചാത്തലമുള്ള രണ്ട് യുവനേതാക്കൾ ഒന്നിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ മാറ്റത്തിൻ്റെ കാഹളമായി പലരും വിലയിരുത്തും. വരും കാലങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അമരത്തേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു ജോഡിയായി ഇവരെ കാണാൻ സാധിക്കും. പ്രതിപക്ഷത്തിന് വെല്ലുവിളിയോ അതോ പുതിയ ആയുധമോ എന്ന കാര്യം കൂടി നമുക്ക് പരിഗണിക്കാം. കങ്കണ ചിരാഗ് ബന്ധം കോൺഗ്രസിനെയും ഇതര പാർട്ടികളെയും ബാധിക്കുന്ന രീതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ ബന്ധങ്ങൾ പലപ്പോഴും വലിയ രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾക്ക് കാരണമാകാറുണ്ട്. കങ്കണ റാവത്തും ചിരാഗ് പാസ്വാനും വിവാഹിതരാകുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുക കോൺഗ്രസിനും ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷ പാർട്ടികളുമൊക്കെയായിരിക്കും. സിനിമയും രാഷ്ട്രീയവും സമന്വയിക്കുന്ന ഈ പവർ കപ്പിൾ NDAയുടെ ഭാഗമായി മാറുന്നത് പ്രതിപക്ഷത്തിൻ്റെ പ്രചാരണ തന്ത്രങ്ങളെയും വോട്ട് ബാങ്ക് സമവാക്യങ്ങളെയും പല തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ഇത് സൃഷ്ടിക്കുന്ന വെല്ലുവിളികളും അതേസമയം അവർക്ക് ലഭിക്കാവുന്ന രാഷ്ട്രീയ ആയുധങ്ങളും വ്യക്തമാകും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹം ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി യുവജന വോട്ടുകളുടെ ഏകീകരണമാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യുവാക്കളെ ആകർഷിക്കുവാൻ കോൺഗ്രസ് നടത്തുന്ന ശ്രമങ്ങൾക്ക് ഗ്ലാമറും രാഷ്ട്രീയ സ്വാധീനമുള്ള ദമ്പതികളുടെ സാന്നിധ്യം വലിയൊരു പ്രതിസന്ധിയാകും. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ലഭിക്കേണ്ട നിഷ്പക്ഷ വോട്ടുകളെ സ്വാധീനിക്കുവാൻ ഇവർക്ക് സാധിക്കും. കങ്കണയുടെ തീവ്ര ദേശീയവാദവും ചിരാഗിൻ്റെ ദളിത് രാഷ്ട്രീയവും ചേരുന്നത് കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ ഈ ജോഡിയെ നേരിടാൻ തത്തുല്യമായൊരു യുവ നേതൃത്വത്തെ രംഗത്തിറക്കാൻ പ്രതിപക്ഷത്തിന് പ്രയാസകരമായിരിക്കും. പ്രാദേശിക പാർട്ടികളായ RJD, JDU തുടങ്ങിയവർക്ക് ബീഹാറിൽ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ബീഹാർ രാഷ്ട്രീയത്തിൽ തേജസ്വി യാദവ് ഉയർത്തുന്ന യുവജന സ്വാധീനത്തിന് ചിരാഗ് പാസ്വാൻ കങ്കണയുമായി ചേർന്ന് നൽകുന്ന പ്രതിരോധം ചെറുതായിരിക്കില്ല. ബീഹാറിലെ ദളിത് പിന്നാക്ക വോട്ടുകൾ ചിരാഗിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുവാൻ ഈ ബന്ധം സഹായിക്കും. കങ്കണയുടെ രജപുത്ര പശ്ചാത്തലം ഉത്തരേന്ത്യയിലെ ഉയർന്ന ജാതി വോട്ടുകളെയും ചിരാഗിൻ്റെ പാസ്വാൻ വോട്ടുകളെയും ഒന്നിപ്പിക്കുന്നത് ലാലു പ്രസാദ് യാദവിൻ്റെയും മറ്റ് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന് വലിയ തിരിച്ചടിയാകും. പ്രതിപക്ഷത്തിൻ്റെ ജാതി സെൻസസ് അടക്കമുള്ള ആയുധങ്ങൾ നേരിടാൻ NDAയ്ക്ക് ലഭിക്കുന്ന ഒരു സാംസ്കാരിക പ്രതിരോധമായി ഈ വിവാഹം മാറും. എങ്കിലും പ്രതിപക്ഷത്തിന് ഇതിനെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാനുള്ള ചില അവസരങ്ങളുണ്ട്. കങ്കണ റാവത്തിൻ്റെ വിവാദ പ്രസ്താവനകളെ ചിരാഗ് പാസ്വാനുമായി ബന്ധിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായ തകർക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചേക്കാം. ചിരാഗിൻ്റെ മിതവാദ നിലപാടുകളെ കങ്കണയുടെ തീവ്ര നിലപാടുകൾ വിഴുങ്ങുന്നു എന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നത് ദളിത് വോട്ടർമാർക്കിടയിൽ സംശയങ്ങൾ ജനിപ്പിക്കാൻ സഹായിക്കും. കൂടാതെ BJP കുടുംബ രാഷ്ട്രീയത്തെ എതിർക്കുമ്പോൾ ഇത്തരമൊരു രാഷ്ട്രീയ കുടുംബത്തിൻ്റെ ഉദയത്തെ ചൂണ്ടിക്കാട്ടി BJPയുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടാനും കോൺഗ്രസിനും മറ്റ് പാർട്ടികൾക്കും സാധിക്കും. സിനിമയിലെ ഗ്ലാമർ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഗൗരവകരമായ രാഷ്ട്രീയ ചർച്ചകളെ വഴിതിരിച്ചു വിടുന്നു എന്ന വിമർശനവും പ്രതിപക്ഷത്തിന് ഉയർത്താം. ചുരുക്കത്തിൽ കങ്കണ ചിരാഗ് വിവാഹം പ്രതിപക്ഷത്തിന് മുന്നിൽ വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. NDAയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും എന്നതിനാൽ ഇതിനെ നേരിടാൻ കൂടുതൽ ശക്തമായ രാഷ്ട്രീയ നിലപാടുകളും യുവജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പുതിയ പ്രചാരണ രീതികളും കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും കണ്ടെത്തേണ്ടി വരും. കേവലം വ്യക്തിപരമായ വിവാദങ്ങളിൽ ഒതുങ്ങാതെ ജാതി പ്രാദേശിക സമവാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആഴത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടമായിരിക്കും ഈ വിവാഹത്തിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അരങ്ങേറുക. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ അടിത്തറ കാത്തുസൂക്ഷിക്കുവാൻ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം